നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും സ്ഥാനാർത്ഥി നിർണയവും എല്ലാമായി വളരെ സംഭവബഹുലമായ ഒരാഴ്ചയാണ് കടന്നു പോകുന്നത് അല്ലേ? അതെ, ഏപ്രിൽ 9-നാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മെയ് 4-ന് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ 3 മുന്നണികളും വിമത ഭീഷണിയിലാണ്. എന്നാൽ ആത്മവിശ്വാസത്തിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല. ഇത്തവണ കാറ്റ് ഇടത്തേക്കോ വലത്തേക്കോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. LDF-നും UDF-നും ഒപ്പം ശക്തമായ മത്സരം നടത്താൻ BJP നേതൃത്വം നൽകുന്ന NDA-യും പതിവിലേറെ പ്രതീക്ഷയോടെ രംഗത്തുണ്ട്. പണ്ടൊക്കെ പേരിന് മാത്രം മത്സരിച്ചിരുന്ന ചരിത്രം പഴങ്കഥയാക്കിയാണ് BJP ഇത്തവണ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നത്. 2020-യെ കൂടെ നിർത്തിയുള്ള BJP-യുടെ തന്ത്രം ഫലം കാണുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. എന്നാൽ 2020-യുടെ സാന്നിധ്യം BJP-യിലെ പല പ്രമുഖർക്കും പതിവ് മണ്ഡലങ്ങൾ നഷ്ടപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇതാണ് NDA മുന്നണി നേരിടുന്ന പ്രധാന പ്രതിസന്ധി. മറ്റൊന്ന് സിനിമ, സീരിയൽ, റിയാലിറ്റി ഷോ താരങ്ങളെ അണിനിരത്തിയുള്ള ഗ്ലാമർ പരീക്ഷണമാണ്. LDF-ന്റെ അവസ്ഥ എന്താണ്? ഇത്തവണ LDF-നെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും അതൃപ്തിയും നേതാക്കളുടെ കൂറുമാറ്റവും ഇത്തവണ അവരുടെ സാധ്യതയെ ബാധിക്കാനിടയുണ്ട്. കണ്ണൂരിൽ രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ള പൊട്ടിത്തെറി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദന്റെ വെളിപ്പെടുത്തലും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ബന്ധുത്വ വിവാദവും അണികളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. CPM-ന്റെ കരുത്തുറ്റ ജില്ലയായ കണ്ണൂരിൽ തളിപ്പറമ്പ് സീറ്റ് MV ഗോവിന്ദൻ ഭാര്യയ്ക്ക് കൊടുത്തെന്നാണ് TK ഗോവിന്ദൻ പറയുന്നത്. 3 ടൈം മത്സരിച്ചതിനാൽ ഇനി മത്സരിക്കാനാവില്ലെന്ന് അറിയാമായിരുന്ന പാർട്ടി സെക്രട്ടറി സീറ്റ് ഭാര്യയ്ക്കായി മാറ്റിവെച്ചു എന്നാണ് ആരോപണം. ഇതേ തുടർന്ന് MV ജയരാജൻ രംഗത്ത് വരികയും പാർട്ടി സെക്രട്ടറിയെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുകയും ചെയ്തായിരുന്നു. ഇതേ തുടർന്ന് CPM TK ഗോവിന്ദനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതുമാത്രമല്ല, വേറെയും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. KK ശൈലജയെ ഒതുക്കിയെന്ന ആരോപണവും ശക്തമായിരുന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാവായ G സുധാകരൻ പാർട്ടിയോട് തെറ്റിപ്പിരിഞ്ഞതും പാർട്ടിക്കേറ്റ അടിയാണ്. ലൈംഗിക ആരോപണവും പണം തട്ടിപ്പും അടക്കമുള്ള വിവാദങ്ങളിൽ ഉൾപ്പെട്ട സമയത്ത് പോലും CPM-ന്റെ സംരക്ഷണം കിട്ടിയ PK ശശി ഇപ്പോൾ പാർട്ടിയുമായി കലഹിച്ച് വിമതനായി ഒറ്റപ്പാലത്ത് മത്സരിക്കുകയാണ്. അതും പാലക്കാട് CPM-ന് വിനയാണ്. ശശിയെ പിന്തുണയ്ക്കാൻ UDF-ഉം തീരുമാനിച്ചിട്ടുണ്ട്. രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പാരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തായ V കുഞ്ഞികൃഷ്ണൻ CPM-ന്റെ ഉരുക്കുകോട്ടയായ പയ്യന്നൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നുമുണ്ട്. LDF-ലും NDA-യിലും മാത്രമല്ല, UDF-ലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും മന്ത്രിപദം ആഗ്രഹിക്കുന്ന ചില സിറ്റിംഗ് MPമാർ അതൃപ്തിയിലാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് K സുധാകരൻ സീറ്റ് വിഭജന ചർച്ചയ്ക്കിടെ പിണങ്ങി രാത്രിയിൽ കണ്ണൂരിൽ വന്നിറങ്ങിയത് വൻ വാർത്തയായിരുന്നു. തുടർന്ന് നെടുനീളം കത്താണ് സോഷ്യൽ മീഡിയ വഴി K സുധാകരൻ പുറത്തുവിട്ടത്. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയും തമ്മിലുള്ള തർക്കവും പുറത്തു വന്നു കഴിഞ്ഞു. പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും അളന്നു തൂക്കിയുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ആദ്യം ഹൈക്കമാൻഡിന് നൽകിയിരുന്നത്. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആദ്യം തന്നെ വെട്ടി. തുടർന്ന് പെരുമ്പാവൂരിലെ എൽദോസ് കുന്നപ്പള്ളിയെയും മാറ്റി നിർത്തിയേക്കായിരുന്നു. ആരോപണ വിധേയരെ കൊണ്ട് നാണം കെടാനില്ലെന്ന നിലപാടിലാണ് സതീശൻ. അതുകൊണ്ട് തന്നെ ആരും ശുപാർശ കത്തുമായി വരേണ്ടെന്നൊക്കെ സതീശൻ പറയാതെ പറഞ്ഞു വെച്ചിരുന്നു. പക്ഷേ പട്ടിക പുറത്തുവിടുമെന്ന് ആദ്യം പ്രതീക്ഷിച്ചിരുന്ന സമയത്തേക്ക് എല്ലാം തകിടം മറിഞ്ഞു. ഇതിനിടെ ഈ തെരഞ്ഞെടുപ്പിൽ മക്കൾ രാഷ്ട്രീയം മറ്റൊരു ലെവലെത്തിയിട്ടുണ്ടെന്ന് കാണാം. ഒരു കാലത്ത് കേരള കോൺഗ്രസിലെ അധികാരികളായിരുന്ന KM മാണി, PJ ജോസഫ്, TM ജേക്കബ്, R ബാലകൃഷ്ണപിള്ള, PC ജോർജ് എന്നിവരുടെ എല്ലാ മക്കൾ ഇക്കുറി മത്സരരംഗത്തുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മാറി നിൽക്കുന്ന PJ ജോസഫാണ് ഏറ്റവും പുതിയതായി മകനെ രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥിരം മണ്ഡലമായിരുന്നു തൊടുപുഴ. ഇക്കുറി തൊടുപുഴയിൽ മകൻ അബു ജോൺ ജോസഫാണ് മത്സരിക്കുന്നത്. KM മാണിയുടെ മകൻ ജോസ് K മാണിയാണ് പാലായിൽ ഇത്തവണയും LDF സ്ഥാനാർത്ഥി. ബാലകൃഷ്ണപിള്ളയുടെ മകൻ KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് തന്നെ മത്സരിക്കുന്നുണ്ട്. TM ജേക്കബിന്റെ പിൻഗാമിയായി മകൻ അനൂപ് ജേക്കബ് ഇക്കുറിയും പിറവത്തുണ്ട്. ഇപ്പോൾ BJP-യുടെ ഭാഗമായി PC ജോർജ് പൂഞ്ഞാറിലും മകൻ ഷോൺ ജോർജ് പാലായിലും മത്സരിക്കുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി N ജയരാജ് മുൻ ഡെപ്യൂട്ടി സ്പീക്കറും MLA-യുമായിരുന്ന നാരായണക്കുറുപ്പിന്റെ മകനാണ്. കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ് KM ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജ് ഇവരെക്കാളൊക്കെ മുൻപേ തന്നെ പാർലമെന്ററി രാഷ്ട്രീയത്തിലുണ്ട്. അത്തരത്തിൽ മക്കൾ രാഷ്ട്രീയം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഇത്തവണത്തെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ രാഷ്ട്രീയ വാർത്തകൾ മുന്നോട്ട് പോകുന്നത്. ഹൃദയഭേദകമായൊരു യാത്രയയപ്പിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ദയാവധം അനുവദിക്കപ്പെട്ട ഹരീഷ് റാണ എന്ന യുവാവിന് കുടുംബം നൽകിയ യാത്രയയപ്പ്.
ഡൽഹി എയിംസിന്റെ പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റുന്നതിന് മുൻപായി ഹരീഷിനോട് കുടുംബാംഗങ്ങൾ വിട പറയുന്നതാണ് വീഡിയോയിലുള്ളത്. ഹരീഷിന്റെ നെറ്റിയിൽ തടവി ചിരിച്ചുകൊണ്ട് വിട പറയുന്ന ആത്മീയ ഗുരുവിനെയും വീഡിയോയിൽ കാണാം. 32 വയസ്സുകാരനായ ഹരീഷ് 13 വർഷമായി കോമയിലാണ്. ഹോസ്റ്റലിന്റെ 4ാം നിലയിൽ നിന്ന് വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്നാണ് അദ്ദേഹം കോമയിലാവുന്നത്. സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് ഹരീഷ്. കടുത്ത വേദനയിലൂടെയാണ് ഈ യുവാവ് കടന്നു പോകുന്നത്. ഹരീഷിന്റെ ആരോഗ്യനില മെച്ചപ്പെടില്ലെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയതിനെ തുടർന്നാണ് സുപ്രീം കോടതി ഹരീഷ് റാണയ്ക്ക് ദയാവധം അനുവദിച്ചത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിഞ്ഞ് മരിച്ച കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന ഓർമ്മയില്ലേ? ഇനി ആ ഓർമ്മകൾ മരിക്കില്ല. അർജുന്റെ ഓർമ്മകൾ പുസ്തകമാകുകയാണ്. അമ്മ ഷീലയാണ് 72 ദിവസം നീണ്ട കാത്തിരിപ്പ് പുസ്തക രൂപത്തിൽ കുറിച്ചിട്ടിരിക്കുന്നത്. അർജുൻ എൻ്റെ മകൻ എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനവും കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ഥിരം ഹൈവേ യാത്രികർക്ക് തിരിച്ചടിയാകുന്ന ഒരു വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. ഫാസ്ടാഗ് വാർഷിക പാസിന്റെ ഫീസ് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഏപ്രിൽ 1 മുതൽ വാണിജ്യേതര വാഹനങ്ങളുടെ പാസ് ഫീസ് 3000 രൂപയിൽ നിന്ന് 3075 രൂപയാക്കും. സ്വകാര്യ കാറുകൾ, ജീപ്പുകൾ, വാനുകൾ എന്നിവയ്ക്ക് ഇനി മുതൽ ഇതായിരിക്കും ഫീസ് നിരക്ക്. നിലവിൽ ഇന്ത്യയിൽ 50 ലക്ഷം പേർ ഫാസ്ടാഗ് വാർഷിക പാസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഒരു കല്യാണ വിഷയത്തിലേക്ക് പോവാം. കുംഭമേളയിലൂടെ പ്രശസ്തയായ മൊണാലിസ ഭോൻസ്ലെയുടെ വിവാഹമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. മൊണാലിസയുടെ വിവാഹം ലവ് ജിഹാദാണെന്ന് ആരോപിച്ച് സിനിമാ സംവിധായകനായ സനോജ് മിശ്രയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. വിഷയം മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മിശ്ര പറയുന്നു. മിശ്രയുടെ ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലെ നായികയായി മൊണാലിസയെ തീരുമാനിച്ചിരുന്നു. മതം മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയമാണ് സിനിമ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ മൊണാലിസയുടെ പ്രണയവും വിവാഹവും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഒരു മുസ്ലിം പെൺകുട്ടി ഹിന്ദു യുവാവിനെ വിവാഹം കഴിക്കുകയായിരുന്നുവെങ്കിൽ ഇത്തരത്തിലായിരിക്കുമോ പ്രതികരണം എന്നാണ് മിശ്ര ചോദിക്കുന്നത്. മൊണാലിസ അന്യമതസ്ഥനെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ അവരുടെ കുടുംബം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്നും പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നും മിശ്ര ആരോപിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇന്തോ സ്വദേശിയായ മൊണാലിസ കാമുകൻ ഫർഹാൻ ഖാനൊപ്പം കേരളത്തിലെത്തി വിവാഹത്തിനായി സഹായം ചോദിച്ചത്. തുടർന്ന് മാർച്ച് 11 CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും മന്ത്രി V ശിവൻകുട്ടിയുടെയും ആശീർവാദത്തോടെ വിവാഹവും നടന്നു. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന പേരിൽ ഇടത് സഹയാത്രികർ ഈ സംഭവത്തിന് വലിയ പ്രൊമോഷനും നൽകിയിരുന്നു. മലയാള സിനിമയിലേക്ക് വരുമ്പോൾ നിഖില വിമൽ എയറിലായിരുന്ന ഒരാഴ്ചയാണ് കടന്നു പോകുന്നത്. പെണ്ണുകേസ് എന്ന സിനിമ OTTയിൽ എത്തിയതോടെയാണ് നിഖില വിമൽ എയറിലായത്. തിയേറ്ററിൽ സമ്മിശ്ര പ്രതികരണം നേടിയ ചിത്രം OTTയിൽ റിലീസ് ചെയ്തപ്പോൾ മോശം അഭിപ്രായമാണ് നേടിയിരിക്കുന്നത്. സിനിമയുടെ കഥയ്ക്കെതിരെയാണ് പ്രധാന വിമർശനം. നിഖില വിമലിന്റെ അഭിമുഖങ്ങളിൽ പതിവുള്ള പുച്ഛം ട്രോളുകൾക്കും വഴിവെച്ചു. നിഖില വിമൽ പുച്ഛം സ്റ്റാർ ആണെന്നാണ് ട്രോളുകൾ. ഇനി സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു രസകരമായ വാർത്തയെക്കുറിച്ച് പറയാം. T20 ലോകകപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചതിന് പിന്നാലെ സഞ്ജു സാംസൺ സോഷ്യൽ മീഡിയയിലെ മിന്നും താരമായി മാറിയിരിക്കുകയാണ്. സഞ്ജു സാംസനെ കുറിച്ച് പ്രശസ്ത ഷെഫ് സുരേഷ് പിള്ള പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. T20 ലോകകപ്പിൽ ഇന്ത്യയെ സെമി ഫൈനലിൽ എത്തിച്ച ശേഷം സഞ്ജു ആവശ്യപ്പെട്ട ചീറ്റ് മീലിനെ കുറിച്ചാണ് കുറിപ്പ്. മുംബൈയിൽ വെച്ച് നടന്ന മത്സരത്തിന് ശേഷം സഞ്ജുവിന്റെ മാനേജർ സുരേഷ് പിള്ളയെ വിളിച്ച് പഴങ്കഞ്ഞിയും മീനും കപ്പയും ചമ്മന്തിയും കിട്ടുമോ എന്ന് ചോദിക്കുകയായിരുന്നു അത്രേ. ലോകകപ്പിനായി 3 മാസത്തിലേറെയായി സഞ്ജു ഡയറ്റിലായിരുന്നു. താരത്തിന്റെ ആവശ്യം അറിഞ്ഞതോടെ ഉടൻ തന്റെ സുഹൃത്തിനെ വിളിച്ച് ഭക്ഷണം ഏർപ്പാടാക്കിയെന്നാണ് സുരേഷ് പിള്ള കുറിച്ചിരിക്കുന്നത്. ഇത്രയുമൊക്കെയാണ് ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ. ഇനി സാറ്റർഡേ ബുള്ളറ്റിനുമായി നെക്സ്റ്റ് വീക്ക് കാണാം.